ഞാൻ മായയാണ്. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു നല്ല അടിപൊളി ഉപ്പുമാവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ ഇഡ്ഡലിയാണ്. അപ്പോൾ ഈ രാവിലത്തെ ഇഡ്ഡലി നമുക്ക് വൈകുന്നേരത്തെ നല്ലൊരു അടിപൊളി സ്നാക്സ് ആക്കിയാലോ. നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് രാവിലത്തെ ഇഡ്ഡലി കൊണ്ട്. സാധാരണ നമ്മളിത് വെറുതെ കളയും, വൈകുന്നേരം കുട്ടികളൊന്നും കഴിക്കുകയില്ല. പട്ടിക്കും കോഴിക്കും പശുവിൻ്റെ കാടിയിലൊക്കെ ഇട്ട് വെറുതെ കളയല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് ഈ ഇഡ്ഡലി ഒരു 4-5 പീസായിട്ട് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നന്നായി പൊടിഞ്ഞ് കിട്ടും. ഇഡ്ഡലി പൊടിച്ചോണ്ട് വന്നപ്പോൾ കണ്ടോ, നല്ല പൊടിയായി. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തി അരിഞ്ഞത്, പിന്നെ ചുവന്ന മുളകും കടുകും കറിവേപ്പിലയും. അപ്പോൾ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ആദ്യം സവോള അരിഞ്ഞത് ഇട്ട് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴന്നതിന് ശേഷമേ ബാക്കി നമ്മുടെ ഇഞ്ചി പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ അതെല്ലാം കൂടി ഇടാവുള്ളൂ. അല്ലെങ്കിൽ അതെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഇതെല്ലാം വിട്ട് അതിൻ്റെയൊക്കെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ടില്ല, ഇനി കറിവേപ്പിലയും കൂടി ഇടണം. കരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ലാസ്റ്റ് ഇടുന്നത്. അപ്പം നമ്മുടെ കടുക് താളിച്ചതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് തേങ്ങ, അത് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂൺ തേങ്ങ ഇട്ടിട്ടുള്ളൂ. 1 സ്പൂണല്ല, ഇച്ചിരി ഒരു വലിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അളവ് പറയാൻ പറ്റാത്തൊരു സ്പൂണായതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടത്. ഇനി നിങ്ങൾക്ക് ഇനി തേങ്ങ കൂടുതലിടണമെന്ന് തോന്നിയാൽ കൂടുതലിടാം. ഇനി അതല്ല തേങ്ങ ഇടണ്ടെന്ന് തോന്നിയാൽ അങ്ങനെയും കുഴപ്പമില്ല. ഇനി അതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ച ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഡ്ഡലിപ്പൊടി ഇട്ടിട്ട് നല്ല പോലെ അതിനെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തും ആ കടുക് വറയുടെയും എണ്ണയുടെയൊക്കെ ഒരു ഇത് ചെല്ലട്ടെ. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഉപ്പുമാവിൻ്റെ മണമാണ് വരുന്നത്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ഉപ്പുമാവില്ലേ, അതിൻ്റെയൊക്കെ ഒരു മണമാണ്. അത് ഈ ഉഴുന്നിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നുകൊണ്ടായിരിക്കാം. ഇനി ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, നമ്മൾ സവോളയ്ക്ക് ഉപ്പിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇനി ഒന്നും ചെയ്യണ്ട, കാരണം നമ്മുടെ ഇഡ്ഡലി വെന്തതാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ആ നീരാവിയിൽ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ഓർത്തിട്ടാണ് സിമ്മിലിട്ടിട്ട്. അപ്പോൾ കണ്ടോ, നല്ലപോലെ അടിക്കൊക്കെ പിടിച്ച് തന്നെ ആ ഉപ്പുമാവിൻ്റെ ഒരു ലെവലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഡ്ഡലി ഉപ്പുമാവ് സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ല വെറുതെ കളയുന്ന ഇഡ്ഡലി ഇഷ്ടമില്ലാത്തവരാണ് അധികം പേരും. എൻ്റെ മകനൊന്നും ഇഡ്ഡലി കണ്ണെടുത്താൽ കാണരുത്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ നന്നായി കഴിക്കും. അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് ഞാൻ ഈ ഇഡ്ഡലി ഉപ്പുമാവ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂട്ടാനായിട്ട് നല്ല ചിക്കൻ കറിയും കൂടി ഉണ്ടെങ്കിൽ ആഹാ പൊളിച്ചു. പിന്നെ ഞങ്ങൾ ഇഡ്ഡലി ഉപ്പുമാവ് ഉണ്ടാക്കിയ ദിവസം ചിക്കൻ കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ഏറ്റവും സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂട്ടിയിട്ടാണെങ്കിൽ കഴിക്കാൻ ടേസ്റ്റിൽ അങ്ങ് എല്ലാവരും കഴിച്ചോളും. ഇനി ഇതില്ലെങ്കിൽ ഉപ്പുമാവ് തന്നെയായിട്ട് കഴിക്കാനും നല്ലതാണ്. പക്ഷെ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ തോന്നും നമുക്ക് ചിക്കൻ കറി. പിന്നെ എന്തിൻ്റെ കൂടെ സൂട്ടാവുമല്ലോ. അപ്പം നിങ്ങൾ രാവിലത്തെ ഇഡ്ഡലി ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഉപ്പുമാവ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പം എല്ലാവരും ഈ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക, കഴിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.